Hi all, 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. നിങ്ങൾക്ക് ഇനി Xylem സ്കൂളിൽ നേരിട്ട് വന്ന് പഠിക്കാനുള്ള അവസരം Xylem ഒരുക്കുകയാണ്. Xylem നെസ്റ്റ് ജൂനിയറിലൂടെ നീറ്റ്, ജെഇ, ഒളിമ്പ്യാഡ് ആൻഡ് NTA ഫൗണ്ടേഷൻ കോഴ്സുകൾ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ കൂടെ ഇരുന്ന് പഠിക്കാം. അതിനുവേണ്ടി Xylemത്തിന്റെ നെസ്റ്റ് ജൂനിയർ സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുകയാണ്. 1 കോടി രൂപയിലധികം വരുന്ന സ്കോളർഷിപ്പുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കേരള ടോപ്പേഴ്സ്, ഡിസ്ട്രിക്ട് വൈസ് ടോപ്പേഴ്സ് എല്ലാവർക്കും മികച്ച സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. ഈ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് മെയ് 26-നാണ്. എങ്ങനെയാണ് എക്സാം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്കിനി പോകാം. ആദ്യം തന്നെ നമുക്ക് എക്സാമിന്റെ സിലബസ് എന്താണെന്ന് നോക്കാം. 6, 7, 8, 9, 10 ക്ലാസ്സിലുള്ള കുട്ടികളാണ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സിലബസ് തൊട്ട് മുന്നേ ഉള്ള വർഷത്തിലെ സിലബസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 5ാം ക്ലാസ്സിലുള്ള സിലബസ് ആണ്. നിങ്ങളൊരു 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആണെങ്കിൽ 7th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന സിലബസ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ 10th പോകുന്ന കുട്ടികളാണെങ്കിൽ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന സിലബസ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. ഈ എക്സാമിനേഷൻ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആണ്. അതായത് ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ 4 ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ശരിയായി വരുന്ന ഉത്തരം നിങ്ങൾ കണ്ടെത്തുകയും അതിനെ OMR ഷീറ്റുകളിൽ ബബിൾ ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യേണ്ടതുണ്ട്. OMR ഷീറ്റ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കും. കാരണം നമ്മളിനി എഴുതാൻ പോകുന്ന എല്ലാ വിധത്തിലുള്ള പരീക്ഷകളും ഒരു എൻട്രൻസ് എക്സാമിനേഷന് OMR എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇപ്പോഴേ അതിന് ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. മറക്കണ്ട, ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ തെറ്റിപ്പോയാൽ അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു, നമുക്കത് മനസ്സിലായി, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓപ്ഷൻ എ എന്ന് ബബിൾ ചെയ്തു. ഇൻ കേസ് അതിന്റെ കറക്റ്റ് ഉത്തരം ബി ആണെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഉത്തരം തെറ്റിപ്പോയി. അതിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്കിൽ നിന്ന് 1 മാർക്ക് ഡിഡക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ശരിയാണ് നിങ്ങൾ എഴുതിയിരിക്കുന്ന ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അപ്പോൾ ഒരു ആൻസർ ശരിയാണെങ്കിൽ 4 മാർക്കും, അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ 1 മാർക്ക് കുറയുന്നതുമായിരിക്കും. ഇതാണ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ടോട്ടൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും? 100 ചോദ്യങ്ങളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണെങ്കിൽ 100 ചോദ്യങ്ങൾക്ക് നമുക്ക് ആകെ 400 മാർക്കിലായിരിക്കും ഈ പരീക്ഷ ഉണ്ടാവുക. എല്ലാവരും നന്നായി എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ ഏത് സിലബസ് ആണെങ്കിലും, സ്റ്റേറ്റ്, CBSE, ICSE ഏത് സിലബസിൽ വരുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് നെസ്റ്റ് ജൂനിയറിന്റെ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. ഈ പറയുന്ന ആകർഷകമായ സമ്മാനങ്ങളെല്ലാം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. 26-നാണ് എക്സാമിനേഷൻ, മറക്കരുത്. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഓഫ് എക്സാമിനേഷൻ ആണ്, ഓർ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇംഗ്ലീഷിലായിരിക്കും ചോദ്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി ഉത്തരങ്ങൾ എഴുതേണ്ടതാണ്. മാത്രമല്ല 100 ചോദ്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് 120 മിനിറ്റിലാണ്. അതായത് 2 മണിക്കൂറായിരിക്കും എക്സാമിന്റെ ഡ്യൂറേഷൻ. ഇതൊരു ഓഫ്ലൈൻ എക്സാം ആണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹാൾ ടിക്കറ്റിൽ നമ്മുടെ എക്സാം സെന്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനനുസരിച്ച് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് വരിക, ഹാൾ ടിക്കറ്റ് കൊണ്ടുവരിക, 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ എക്സാം എഴുതുക. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യും.